ലൈംഗിക കേസിൽ JDS നേതാവും ഹാസൻ MP യുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് നോട്ടീസ് അയച്ച പ്രത്യേക അന്വേഷണ സംഘം 24 മണിക്കൂറിനകം ഹാജരാകണമെന്നാണ് നിർദ്ദേശം. JDS നേതാവ് HD രേവണ്ണയ്ക്കും സമൻസ് നൽകിയിട്ടുണ്ട്. നിലവിൽ ജർമ്മനിയിലാണ് പ്രജ്വൽ എന്നാണ് വിവരം. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. ശരത്, ഇതിനകം തന്നെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്. രേവണ്ണ കർണാടകത്തിൽ തുടരുകയാണ്. ഇരുവർക്കുമാണ് SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണോ കർണാടക പോലീസ്? നികേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കൂടി സജീവമായ പശ്ചാത്തലത്തിലാണ് വേഗത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇവരെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നുമാണ് JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസ്. നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അവർക്ക് അന്വേഷണ ചുമതല നൽകിയ ഒരു സാഹചര്യത്തിൽ അവരാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറിനകം പ്രജ്വൽ രേവണ്ണ SIT ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം എന്നതാണ് ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജ്വൽ 27-ാം തീയതി തന്നെ ജർമ്മനിയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ നോട്ടീസ് പതിപ്പിക്കുകയാണ് ഇപ്പോൾ SIT ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പ്രജ്വൽ രേവണ്ണ ഈ 24 മണിക്കൂർ സമയപരിധിക്കകത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും MLA-യുമായ HD രേവണ്ണ കൂടി ഈ കേസിൽ പ്രതിയാണ്. HD രേവണ്ണയ്ക്കും ഇപ്പോൾ സമൻസ് നൽകിയിട്ടുണ്ട്. HD രേവണ്ണ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കും എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ഈ ആരോപണം അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ കർണാടകയിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി അന്വേഷണവുമായി സഹകരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭാഗത്ത് JDS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് കെ ശശി.